30 വർഷം പിന്നിട്ടിരിക്കുകയാണ് IFF. കാരണം എങ്ങനെയാണ് ഒരു സിനിമാ സാക്ഷരത സാധാരണക്കാരനിടയിലേക്ക് എത്തുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തരമാണ് IFF. അത് കാലാകാലങ്ങളിൽ കാണികളായി വരുന്നവരിൽ എങ്ങനെയാണ് പുതിയ സിനിമയുടെ സംസ്കാരവും പുതിയ സിനിമകളെ നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്നെല്ലാം പഠിപ്പിക്കുകയോ ചെയ്ത് IFFK എടുത്തിട്ടുള്ള പങ്ക് ചെറുതല്ല. ഈ വർഷത്തെ മേളയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ യുദ്ധങ്ങളാന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളെയുമെല്ലാം എങ്ങനെയാണ് സാംസ്കാരിക ലോകവും ലോകത്തുള്ള മറ്റു പല രാജ്യങ്ങളും നോക്കിക്കണ്ടിട്ടുള്ളത് എന്ന ഒരു വലിയ വിഷയം ചർച്ച ചെയ്യുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിനിമകളെ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും, സിനിമ ഒരു കലാപ്രവർത്തനത്തിനപ്പുറത്തേക്ക് അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ സിനിമയ്ക്ക് ഒരു കലാമൂല്യമുള്ള സിനിമകളാകുമ്പോൾ തന്നെയും അതിൻ്റെ സംസ്കാരവും ആ നാട്ടിൻ്റെ പ്രത്യേകതകളും ആ നാട് ഏത് രീതിയിൽ നമ്മളോട് സംസാരിക്കുന്നു എന്നെല്ലാം ഇത്തരം മേളകളിലൂടെ അറിയാനും ആ അറിവ് പങ്കുവയ്ക്കാനും അത് നമ്മുടെ സാംസ്കാരിക പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വളരുവാനും IFFK കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. IFFK നല്ല വിജയമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ ഇവരെല്ലാം പറഞ്ഞതുപോലെ കുറേ സിനിമകളുടെ പ്രദർശനാനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിലും കണ്ട സിനിമകളെല്ലാം തന്നെ നല്ല നിലവാരം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഉദാഹരണത്തിന് ബീഫുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത സിനിമയാണെന്നാണ് അത് കണ്ട ആളുകൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സിനിമയിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട പേര് പറഞ്ഞിരിക്കുന്നത് ലെഫ്റ്റ് എന്നുള്ള പേരാണ്. ഇത്തരം പേരുകൾ തന്നെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളാണ് നമുക്ക് ചുറ്റിലുള്ളത്. അപ്പോൾ സർക്കാർ കൃത്യമായൊരു നിലപാടെടുത്തിട്ടുണ്ട്. കേരള സർക്കാർ അത് പ്രദർശിപ്പിക്കും എന്നുള്ളൊരു തീരുമാനം എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ഒക്കുപ്പൻസി കുറഞ്ഞ തിയേറ്ററുകളിൽ സിനിമ വരുമ്പോൾ കുറച്ചുകൂടി പങ്കാളിത്തമുള്ള ഒരു സ്ഥലത്തേക്ക് സിനിമ വീണ്ടും പ്രദർശിപ്പിച്ചാൽ ഒരുപാട് ആളുകൾക്ക് കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും. സിറാത്ത് പോലുള്ള സിനിമകൾക്ക് ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്നു. നല്ല നിലവാരം പുലർത്തിയ ഒരു സിനിമയായിരുന്നു അതെന്നുള്ളതാണ് പൊതുവിൽ പറയാറുള്ളത്. ഇപ്രാവശ്യത്തെ IFFK നമ്മൾ നല്ല സിനിമകൾ കാണാൻ സമരം ചെയ്യേണ്ട, പ്രതിഷേധിക്കേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയ പ്രേക്ഷകർ ഒരുപാട് ഇവിടെ എത്തിച്ചേരുന്നു. ഇതൊരു ജനകീയ ഉത്സവമായി മാറുന്നു. വൈകുന്നേരങ്ങളിൽ ഇവിടെ ഈ ടാഗോർ പരിസരങ്ങൾ, മാനവീയം, അതുപോലെ തന്നെ നിശാഗന്ധി, ഈ IFFKയുടെ പല വേദികളിലായിട്ട് പൊതുജനങ്ങളുടെ വൻ പങ്കാളിത്തമാണ് കാണാൻ സാധിക്കുന്നത്.